ഇത് 2018 VXI ആണ്, വാഗണാർ VXI സിംഗിൾ ഓണറാണ് വണ്ടി. ഇത് 2010 സാൻഡ്രോ GLS ആണ്, സെക്കൻഡ് ഓണറാണ്, ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. ഇത് 2016 സെലേറിയോ സിംഗിൾ ഓണറാണ് വണ്ടി. ഇത് ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2010 A-Star LXI സിംഗിൾ ഓണറാണ് വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.30 ഓടിയിട്ടുണ്ട്. ഓ, അത്ര ഓടി. ഈ ടയർ മോശമാണ്. ഇത് 2015 ഡാറ്റ്സൺ ഗോ. ഇതിന് 4th ഓണർഷിപ്പായി. ഓണർഷിപ്പ് കൂടിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് വെഞ്ഞാറമൂട് തന്നെയാണ്, വിട്ടുപോയിട്ടില്ല. വെഞ്ഞാറമൂട് ഇൻഡസിൻ്റെ ഷോപ്പിനകത്താണ് വന്നേക്കുന്നത്. ഇൻഡസ് എവിടെയാണെന്ന് കറക്റ്റ് ചോദിക്കുകയാണ്. വെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 75,000 രൂപ തൊട്ട് നോക്കുന്ന വണ്ടികളുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ഇൻഡസിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, അത് എനിക്കറിയാം. വില ട്രൂ വാല്യൂ പോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ട് ട്രൂ വാല്യാണ്. ട്രൂ വാല്യൂ ഇവിടെ നിൽപ്പുണ്ട് ആളെ, ഞാൻ കേട്ടിട്ടില്ല. ട്രൂ വാല്യൂ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ചീത്തവിളി ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം തുടക്കവേ പറഞ്ഞു തരാം, സ്പാർക്ക് 90 രൂപ ഇട്ടേക്കുന്ന സ്പാർക്ക് 75,000 രൂപയ്ക്കാണ് ലാസ്റ്റ് തരാൻ പോകുന്നത്. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും കൂടി കുറയ്ക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആണ്. പിന്നെ ഈ ട്രൂ വാല്യൂയിൽ വിശ്വസിക്കുന്ന ഒട്ടനവധി ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഉപകരിക്കും. കാരണം ഞാൻ ട്രൂ വാല്യൂ ഇഷ്ടപ്പെടുന്നവർ തോന്നെ നോക്കുന്നത് ഗ്യാരൻറ്റിയാണ്. ഇന്ന സ്ഥാപനത്തിൽ നിന്ന് എടുക്കുക, അപ്പോൾ ട്രൂ വാല്യൂ ആകുമ്പോൾ തന്നെ അതിന് ഇത്രയും ഒരു ക്വാളിറ്റി ഉണ്ടാകും, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോയി കാണിക്കാൻ കൈമലത്തത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ടൈപ്പ് പ്രേക്ഷകർക്കാണ് ഈ വീഡിയോ ഞാൻ സ്പോൺസർ ചെയ്യുന്നത്, മറ്റുള്ളവർക്കല്ല. അപ്പോൾ അതുകൊണ്ട് ട്രൂ വാല്യൂ കാണാൻ താല്പര്യമില്ലാത്തവർ എനിക്ക് വേണ്ടി മാത്രം ജസ്റ്റ് മൊബൈൽ പ്ലേ ചെയ്തിട്ടാൽ മതി, എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കരുത്. നമ്മൾ വെഞ്ഞാറമൂട് വരെ പോയി ട്രൂ വാല്യൂവിനെ തപ്പി പിടിച്ചുകൊണ്ട് വരികയാണ്. ഇൻഡസ് ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ പറയാം. പുള്ളി അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഇൻട്രോ തരാൻ വേണ്ടിയിട്ടൊന്ന് പിടിച്ച് മാറ്റി നിർത്തിയാൽ വന്നു. വിനീത് എന്നാണ് പേര്. അപ്പം നമ്മൾ ഇങ്ങോട്ട് അപ്പം നമ്മളെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെ വരുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇത് വെഞ്ഞാറമൂട് നിന്ന് കിളിമാനൂർ പോകുന്ന റൂട്ടിലാണെങ്കിൽ നമ്മുടെ ഗോകുലം ഹോസ്പിറ്റലിന് തൊട്ട് മുന്നിലായിട്ടാണ് വരുന്നത്, റൈറ്റ് സൈഡിൽ. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ കിളിമാനൂർ സൈഡിൽ നിന്ന് വെഞ്ഞാറമൂടോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഗോകുലം ഹോസ്പിറ്റലിൽ പോകുന്ന വഴി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ. ഗോകുലം കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഈ 75 രൂപയുടെ സ്പാർക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും കുറച്ച് പറയാൻ പറ്റുമോ? ഒരു ലാസ്റ്റ് പ്രൈസ് ആയിട്ട്. നമുക്കത് 90-ന് സ്റ്റോക്ക് ഇട്ടിരുന്ന വണ്ടിയാണ്, നമ്മളതാണ് ഇപ്പോൾ ലാസ്റ്റ് 75-ന് പറയണേ. ഓക്കെ. അപ്പം ഒരുവിധമൊക്കെ മാന്യമായ വിലകൾ പറയുമെന്നുള്ള പ്രതീക്ഷയാണ്. സ്പാർക്ക് കേൾക്കുമ്പോഴേ ചിലപ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കും. കഴിഞ്ഞ വീഡിയോക്ക് സ്പാർക്കിൻ്റെ വില 75 പറഞ്ഞാൽ എന്നെ അടക്കം ചീത്ത വിളിയരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ബാക്കി വണ്ടികളിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാം. തീർച്ചയായും വിശ്വസിച്ചെടുക്കാവുന്ന സ്ഥാപനമായിട്ട് ട്രൂ വാല്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ്. നമ്മളിവിടെ ആദ്യത്തെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഉരുട്ടിയെടുക്കാൻ സമയം തരണം. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഇവരെ ഒരു പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. 2011 സ്പാർക്ക് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. എന്ത് ഓടി? ഇത് 72. ടയേഴ്സൊക്കെ പുതുതായിട്ട് മാറിയിട്ടേക്കാണ്. ബാക്ക് ടയേഴ്സും അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സീറ്റ് കവറൊക്കെ ഇച്ചിരി കീറിയൊക്കെ ഇരിപ്പുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനൊന്നും കാണുന്നില്ല. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഫോർഡോ പവറിൻ്റെയാണ്. പെട്രോളല്ലേ? പെട്രോളാണ്. വണ്ടിക്കകം ഒക്കെ കാണാൻ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ വൃത്തിയുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ചോദ്യം 90 ചോദ്യം 90. ഇതാണ് 75 രൂപയ്ക്ക് കിടക്കുന്ന വണ്ടി. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ചെറിയ പോറൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? നമുക്ക് നോൺ മാരീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെയിം കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും. എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. AC കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂളിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. 2014 സ്പാർക്കാണ്, സെക്കൻഡ് ഓണറാണ് വണ്ടി. സെക്കൻഡ് ഓണർ. ചെറിയൊരു ചണക്കുണ്ടല്ലോ ഫ്രണ്ടിൽ, ചെറിയൊരു ചണക്കുണ്ട്. ഇടിച്ച വല്ലാണ്? ഇത് തട്ടിയിട്ടുണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഓക്കെ. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അതൊക്കെ നീറ്റാണ്.
ഇതിലെ എ സി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എ സി ഒക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. അത് ഈ വണ്ടിയുടെ എഞ്ചിൻ സൈഡ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത് പറഞ്ഞാൽ ഇതിന് സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുമോ? സ്പെയർ പാർട്സ് കിട്ടാൻ കുഴപ്പമില്ല, കിട്ടും, എപ്പോഴും കിട്ടുന്നുണ്ട്. മാനുവലാണ്, വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെ കമ്പനി നിർത്തിപ്പോയെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കമ്പനി നിർത്തിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ സ്പെയർ പാർട്സിന്റെ കാര്യം ചോദിച്ചേ. ഇതും മൈലേജ് ഒക്കെ ഇതേപോലെ തന്നെ സെയിം ആണ്, 15-16. ഓക്കെ. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ഡോറിൻ്റെ ഈ സൈഡും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ടയേഴ്സൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ചോദ്യം 1.20 നമുക്ക് ലാസ്റ്റ് 1 രൂപയ്ക്ക് എടുക്കാം. 1 രൂപയിൽ പിന്നെ കുറയൂ? ഇല്ല, ലാസ്റ്റാണ്. 2014 14. പെട്രോൾ അല്ലേ? പെട്രോൾ. 2010 ഓൾട്ടോ LXi സിംഗിൾ ഓണറാണ് വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ. ആവറേജ് താഴെ നിൽക്കുന്ന ടയേഴ്സാണുള്ളത്. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്യും. മാരീഡ് വണ്ടിയാണ്. ഇത് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ആ രീതി ഇങ്ങനെ തന്നെ ആയിരിക്കും, അതോ അത് പെയിൻറ്റ് വർക്ക് ചെയ്യുമോ? പെയിൻറ്റ് വർക്ക് പോളിഷ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. വണ്ടിക്കകം ഓവറോൾ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. വണ്ടി ഓടിക്കാനും നല്ലതാണ്. എഞ്ചിൻ സൈഡും പക്കയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. അത്യാവശ്യം അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഡോർ പാഡാണെങ്കിലൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. LXi ആണ് അല്ലേ? LXi. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയേഴ്സ് ബാക്ക് ആവറേജ് എല്ലാം ഒരുവിധം കുറവാണ്. ടയേഴ്സ് മോശമാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1.80 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വന്നേക്കുന്നത്. ഒരു 5000 കിലോമീറ്റർ കഷ്ടിച്ചോടാനുള്ള ഒരു ടയറേ കിടപ്പുള്ളൂ അല്ലേ? ആണ്, ആ ഒരു റേഞ്ചിനേ ഉള്ളൂ, അല്ലാതെ അങ്ങ് ഒരുപാടില്ല. അതുകൊണ്ട് ഈ സൈഡ് മൊട്ടയാണ്. ഇത് മാറി കൊടുക്കൂ. ഏതാ ഈ ടയർ? നമ്മൾ ഈ സെയിം കണ്ടീഷനിലാണ് തരുന്നത്. 1.45 ചോദ്യം. ലാസ്റ്റ് അല്ല, 1.85 ചോദ്യം. ലാസ്റ്റ് 1.45 തരാം. ഇത് 2018 VXi ആണ്, വാഗണാർ VXi. സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ എന്താണ്? കിലോമീറ്റർ വന്നിട്ട് ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. 48,000 കിലോമീറ്റർ. 48 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ. ജെനുവിൻ കിലോമീറ്റർ. വണ്ടിക്കകം ഫോർഡോ പവർ വിൻഡോ. ഓപ്ഷനാണ് വാഗണാറിൻ്റെ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. വേറെ പറയത്തക്ക അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപാകത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡായാലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആക്സിഡൻറ്റ് കേസ് വല്ലതും ഉണ്ടോ? ഇല്ല, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, അങ്ങനെയുള്ളൊന്നുമില്ല. ഇതിൽ കിടക്കുന്ന റോഡ് പണി നടക്കുന്ന കൊണ്ട് മൊത്തം പൊടി അടിച്ചിവിടെ കിടക്കുന്നു. അതിപ്പം കേരളം മൊത്തം അതാണല്ലോ, അതുകൊണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കൊടുക്കുമ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്തൊക്കെ കൊടുക്കുന്നു. ഓക്കെ. എത്ര ചോദിച്ചേ? ഇപ്പോൾ 4.35 ആസ്കിംഗ് പ്രൈസ്. ഇത് വന്നിട്ട് നമുക്ക് 2018 വണ്ടി ആയതുകൊണ്ട് നമുക്ക് 6 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കാൻ പറ്റും. 6 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. ഇതിപ്പോൾ എഞ്ചിന്, സ്റ്റഡ്, ഗിയർ ബോക്സ്, ആക്സിൽ, ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന വാറണ്ടി. ഇത് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ റെഡിയായി കൊടുക്കും. അപ്പോൾ ഏത് വർഷം മുതലുള്ള? 2018 മുതലുള്ള വണ്ടിക്ക് നമ്മൾ 6 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് 3 വർഷം വാറണ്ടി എന്നൊക്കെ പറഞ്ഞ ബോർഡ് ഉണ്ട്. കണ്ടേ, 3 വർഷം നമുക്കിപ്പോൾ അത് തന്നെ വാറണ്ടി ഉണ്ട്. നമുക്ക് 2018 തൊട്ടുള്ള വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. അപ്പോൾ തന്നെ എത്ര വർഷം വാറണ്ടി ആയി? നമുക്കത് പിന്നെ 2021 തൊട്ടുള്ള വണ്ടിക്ക് നമ്മൾ 1 വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറണ്ടി. 1 വർഷം. അപ്പോൾ ഈ 3 വർഷം വാറണ്ടി ഏതാ? അത് 3 വർഷം വാറണ്ടി അല്ല, 3 ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ അങ്ങനെ കണ്ടപ്പോഴേ തെറ്റിദ്ധരിച്ചതാ, പറ്റിപ്പോയതാ, ക്ഷമിച്ചതാ. ഇത് 2011 ഇയോണാണ്, 3rd ഓണർഷിപ്പായി വണ്ടിക്ക്. കിലോമീറ്ററോ? കിലോമീറ്റർ 96,000 കിലോമീറ്റർ. 96,000 കിലോമീറ്റർ. അത്യാവശ്യം ടയേഴ്സൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് മാറിയിട്ടേക്കാണ്. നമ്മൾ പുത്തൻ ടയറല്ല, ആവറേജ് ടയേഴ്സാണ്. 2 ഡോർ പവർ വിൻഡോ. ഏതാണ് വേരിയൻറ്റ്? മാഗ്ന. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആയാലും ഡോർ പാഡായാലും അതൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചേക്കുന്നത്. അതുപോലെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. ഈ സൈഡൊക്കെ നോക്കിയാൽ അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എത്ര ചോദ്യം നമുക്ക് 1.20. 1.20 അതിൽ കുറയുമോ? നമുക്കൊരു ചെറിയ വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസം നമുക്ക്
വരുത്താം. നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. നോക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞത്, പക്ഷേ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താം. ബാക്ക് ടയർ മോശമാണ്, ഫ്രണ്ട് ടയർ പിന്നെ ഉണ്ടായിരുന്നു. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇല്ല, ഒന്നുമില്ല. ഗ്ലാസ്, ബോണ്ട്, ബമ്പർ അങ്ങനെയുള്ള ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ബാക്ക് ടയർ രണ്ടും അത്യാവശ്യം മോശമാണ്. ഇത് 2010 A-Star LX സിംഗിൾ ഓണറാണ് വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1:30 ഓടിയിട്ടുണ്ട്. ഓ, അത്രയും ഓടി. ഈ ടയർ മോശമാണ്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് ബോണ്ട് മാത്രം റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് മാത്രം? അകത്തോട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. ബോണ്ട് ഒന്ന് തുറന്നു കാണിക്കാമോ? നോക്കാമല്ലോ. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഡോറിൻ്റെ സൈഡും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് ആയാലും ഒക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഗ്ലാസിൻ്റെ ആ സംഭവം പോയല്ലോ, ആ ഒരു നമ്മൾ തിരിക്കുന്ന ആ സാധനം അങ്ങ് പോയല്ലോ, അതൊക്കെ ഞങ്ങൾ മാറി കൊടുക്കാം. ഓക്കെ, നല്ല ടയേഴ്സാണെന്ന് വിചാരിച്ചു, പക്ഷേ ടയേഴ്സ് അത്രയും അങ്ങോട്ട് പോരാ. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. കളർ ഫെയ്ഡ് വന്നിട്ടുണ്ടോ അതോ കളർ തന്നെയാണോ ഇങ്ങനെയെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം 2 കളർ കിടക്കുന്നത്. ഒന്ന് എല്ലായിടത്തും ഒരേപോലെ കിടക്കുന്നതാണേ. നമ്മൾ ഈ ടച്ച് ചെയ്തെന്ന് പറഞ്ഞാലും അത് എത്രമാത്രം ടച്ച് ചെയ്തെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. ഇല്ലേ, ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബോണ്ട് മാത്രം മാറിയെന്നേ ഉള്ളൂ ഇല്ലേ, അകത്തോട്ടൊന്നും വലിയ ഇടി വന്നില്ല. ഇല്ല. ഇപ്പോൾ വേറെ വല്ല വന്ന് വീഡിയോ അങ്ങനെ വല്ല ആയിരിക്കും, അങ്ങനെയാണ് സാധ്യത. ഇതൊന്നും അടച്ചേ, ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു സംശയം തോന്നിയതാണ്. അത് ഡുവൽ ടോൺ പോലെ ആക്കി വെച്ചേക്കുകയാണോ അതോ ഇനി ഈ കാറിൻ്റെ രീതികൾ എങ്ങനെയാണോ എനിക്കറിഞ്ഞു. അതായത് കണ്ട, ഇവിടുന്ന് അതായത് ഈ ഭാഗത്തുനിന്ന് റെഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ അത് ഓറഞ്ച് ആവുന്നുണ്ട്. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെയും. അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് അങ്ങനെ തന്നെ വരുന്നതാവാനാണ് സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മിക്സ് ചെയ്താണ് വണ്ടി മൊത്തത്തിൽ നിൽക്കുന്നത്. ഓവറോൾ വണ്ടിയുടെ കളർ അങ്ങനെയാണ്, 2 കളർ കിടക്കുന്ന രീതിക്കാണ് കിടക്കുന്നത്. അല്ലാത്ത പക്ഷം വേറെ ഒന്നും തോന്നുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഈ സൈഡ് ഒരു തരം റെഡ്, ഈ സൈഡിലോട്ട് വരുമ്പോൾ അത് ഓറഞ്ച് രീതിയിൽ. അപ്പോൾ അത് മിക്സിങ് കളേഴ്സാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർ നല്ലപോലെ നോക്കിയിട്ട് പറയുക. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് 1 എടുക്കാം. 1 അത് എന്തെങ്കിലും കുറയുമോ? എന്തെങ്കിലും കുറയുമോ എന്നുള്ളത് നമുക്ക് വന്ന് കണ്ട് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കൂലേ, നോക്കാം. ഇത് 2015 ഡാറ്റ്സൺ ഗോ. ഇതിന് 4th ഓണർഷിപ്പായി. ഓണർഷിപ്പ് കൂടിപ്പോയി. വണ്ടി ഓക്കെയാണ്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ്? വണ്ടി കംപ്ലൈൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചക്ടറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് മാറി കൊടുക്കൂ. അതില്ല നമുക്ക്. ഇത് അതർ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു റേറ്റ് കുറയ്ക്കൂ. റേറ്റ് കുറവാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1.5 എടുക്കാം. 1.5. എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വണ്ടിക്കാകെ അത് കൊള്ളാം, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഏത് വർഷമായിരുന്നു? 2015. അപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. 2 ഡോർ പവർ വിൻഡോസാണ്, അത്യാവശ്യം കൊള്ളാം. ടയറൊക്കെ ആവറേജാണ്. പറഞ്ഞ സംഭവം തിരുത്തി തരില്ല. പക്ഷേ റേറ്റിൽ ഈ പറഞ്ഞ റേറ്റിനകത്ത് എന്തെങ്കിലും കുറയൂ? നമുക്കിതില്ല, മാക്സിമം ലാസ്റ്റ് പ്രൈസ് ആയിരിക്കണം. ലാസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. 1.5ക്ക് നമുക്ക് 2015 വണ്ടി 1.5ക്ക് കിട്ടാൻ അറിയാമല്ലോ. എന്തെങ്കിലും ഇടിച്ച് കുട്ടയ വണ്ടിയായിരിക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇടിച്ച വണ്ടിയാണോ? ഇത് ഇടിച്ച വണ്ടിയല്ല. അല്ല, ഈ കംപ്ലൈൻ്റ് ആണ് നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് അല്ലേ? അതെ. ഇത് 2018 S-Cross സിംഗിൾ ഓണറാണ് വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. എന്തോ ഓടി? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആണെന്ന് പറയുന്നതിൻ്റെ ആവേശം കിലോമീറ്റർ പറയാനില്ലല്ലോ. കിലോമീറ്റർ ഓടിയെങ്കിലും വണ്ടി ഇപ്പോഴും നല്ല ബെസ്റ്റ് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണറാണ് വണ്ടി. ഹൈബ്രിഡ് ആണ് കാർ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഇത് ഹൈബ്രിഡ് ആണ് വാഹനം, അതുകൊണ്ട് തന്നെ നമുക്കൊരു 18-20 ആ റേഞ്ച് കിട്ടും. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. ഇത് സീറ്റ മോഡലാണ്. സീറ്റ എന്ന് പറയുമ്പം 3rd വേരിയൻ്റ്. 4th വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ് വരുന്നത്. ഫോട്ടോ പവർ വിൻഡോയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സ്റ്റിയറിങ്ങിൽ തന്നെ എല്ലാത്തിൻ്റെയും കൺട്രോൾസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ബാക്ക് AC വെൻ്റ് കാര്യങ്ങളൊന്നുമില്ല, അല്ലാത്ത മോഡലാണ്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ കാണാൻ കൊള്ളാം.
ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 6.5 6.5. 6.5. എന്തെങ്കിലും കുറയുമോ? കുറയും. ഇത് 2010 ആൾട്ടോ LXi, പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോ ഉണ്ട്. ഓക്കെ. ഇത് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇവിടെ ചെളിയല്ലേ, മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചെളി, ടയറൊക്കെ അതുകൊണ്ട്. 72,000 കിലോമീറ്റർ ആണ്. 72,000 കിലോമീറ്റർ ആണോ? അതെ, സിംഗിൾ ഓണറാണ് വണ്ടി. ഏത് വർഷമായിരുന്നു? 2010. 2010. അടുത്ത വർഷം ടെസ്റ്റാണ്. വണ്ടി അത്യാവശ്യം കാണാനൊക്കെ വൃത്തിയൊക്കെയാണ്, നല്ല സീറ്റ് കവേഴ്സ്, വണ്ടിക്ക് അകമൊക്കെ അവർ ഫ്ലോർ മാറ്റും കാര്യമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ബാക്ക് സൈഡ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 2010 ആണെങ്കിലും തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല വണ്ടി, അതുകൊണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ വൃത്തിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ അതൊക്കെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിപ്പോൾ 1.40 ചോദ്യം. കുറയും. അല്ല, 1.40 എന്താ പിന്നെ കുറേ? അത് പറ. നമുക്കൊരു 1.25 ആ റേഞ്ചിന് കൊടുക്കും. 2010 LX ആണ്. നമുക്ക് AC മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. ഓക്കെ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ല. 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സാണ്. കിലോമീറ്റേഴ്സൊക്കെ ജെനുവിനാണോ? കിലോമീറ്റർ ജെനുവിനാണ്. ജെനുവിനാണ്. വണ്ടിക്കകവും ഇത്രയും പഴകിയ വണ്ടിയൊക്കെ ആണെങ്കിലും വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്. ഫ്ലോറും ഒക്കെ കൊള്ളാം, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വണ്ടി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. പെയിൻ്റൊന്നും വലുതായിട്ട് പോയിട്ടുമില്ല, ചെറിയ ഇതൊക്കെ വന്നിട്ടുള്ളൂ. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 90 ചോദ്യം. നമുക്കൊരു 75 ലാസ്റ്റ് കൊടുക്കാം. 75. ഓക്കെ. വണ്ടി ഓവറോൾ കഴുകി വെളുപ്പിച്ചൊക്കെ വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വൃത്തിയാകുമല്ലോ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഇല്ല. റീപ്ലേസ്മെൻറ്റ് ഇല്ല. ഇനി എത്ര ആൾ വരെ പേപ്പറുണ്ട്? നമുക്ക് അടുത്ത വർഷം ടെസ്റ്റാണ് വണ്ടി. അടുത്ത വർഷം? അതെ. ഇത് 2009 LXi ആണ്. 2020 നമ്മൾ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2029 വരെ പേപ്പറുണ്ട്. അതെ. റീടെസ്റ്റിനെ കൊണ്ടുപോകാൻ്റെ ആയിരിക്കും. ടയറൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഫ്രണ്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളോ? LS ആണത്? LXi. ഓക്കെ. പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ ഉണ്ട്. പവർ വിൻഡോ ഇല്ല, AC പവർ വിൻഡോ. പവർ വിൻഡോ ഇല്ല മനുഷ്യ, പവർ സ്റ്റിയറിംഗ്. സോറി, സാധാരണ ഞാനാ തെറ്റിക്കുന്നത്. കൊള്ളാം, അതൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിപ്പോൾ 1.25 ചോദ്യം. നമുക്ക് 1,00,000 രൂപ കൊടുക്കൂ? ഇല്ല, 1.15 എടുക്കാം ലാസ്റ്റ്. 1,00,000 താഴെ വേണമെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചാ? താല്പര്യമില്ല? എന്നാ പോട്ടെ. ഈ മാസം 10-ാം തീയതി വരുവാണെങ്കിൽ നമുക്ക് 1 രൂപയ്ക്ക് എടുക്കാൻ വേണ്ടി. അതെന്താ വ്യത്യാസം? എല്ലാം ഒന്ന് ഓഫറാണ്, ഡിസംബർ ഓഫറായിട്ട് കൂട്ടിയാൽ. വണ്ടികൾ വർഷം മാറുമല്ലേ അടുത്ത ഭാഗത്താകുമ്പോൾ, അതുകൊണ്ട്. ഓക്കെ. ആ ഒരു മനക്കണക്കിൽ എല്ലാ വണ്ടിക്കും വില കുറച്ചിട്, അപ്പോൾ അതനുസരിച്ച് വണ്ടികൾ പോകുന്നു. ഇത് 2010 സാൻഡ്രോ GLS ആണ്. സെക്കൻഡ് ഓണറാണ്. 1 പുറത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. ടയർ ആവറേജ് ടയർ, ഫ്രണ്ട് ആവറേജ് ടയർ ഇല്ല. ബാക്ക് നോക്കുമ്പോൾ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല വില ഉണ്ട്, കുഴപ്പമില്ല. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇതുവരെ ഇല്ല. പറഞ്ഞൊരു രീതി വെച്ചിട്ടേ. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. AC കാര്യങ്ങളൊക്കെ പക്കയാണ്? AC ഓക്കെയാണ്. പവർ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ? പവർ സ്റ്റിയറിങ് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ അതിനൊന്നും യാതൊരു തര കുഴപ്പങ്ങളും ഇല്ല. 2 ഡോർ പവറിൻ്റെ ആണ്. ഡോറല്ല, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. ഈ സീറ്റ് കവർ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത്യാവശ്യം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് കാണുമ്പം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഫ്ലോറ് അതൊക്കെ കൊള്ളാം, വേറെ പോരായ്മകൾ കാണുന്നില്ല. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളാണ്? നമുക്ക് അടുത്ത വർഷം കഴിയും. എത്ര ചോദ്യം? ഇതിപ്പോൾ 1.10 ചോദ്യം. 1 രൂപയ്ക്ക് എടുക്കാം. നേരത്തെ 20,000 രൂപ വെച്ച് കുറച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് 90 രൂപ എന്ന് പറഞ്ഞൂടെ? മാസാവസാനമാണ് കച്ചവടം നടക്കണേ.
അതായത് നമ്മൾ ലാസ്റ്റ് ഒന്ന് 10 പറഞ്ഞിരുന്നേ 10 രൂപയ്ക്ക് കൊടുക്കാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ ഇത് 2024 ഇനി ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞാൽ തീർന്ന് ലാസ്റ്റ് 90 രൂപ പറ. 90 രൂപയ്ക്ക് പറ്റില്ല. ചെറുക്കൻ എന്ത് അവനെ പറയാനില്ല. ഇത് 2018 സ്വിഫ്റ്റ് VXI ആണ്. സിംഗിൾ ഓണറാണ്. 53,000 കിലോമീറ്ററിന് ഓടിയിട്ടുള്ളത്. 53 ജെന്യൂൻ കിലോമീറ്ററൊക്കെയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇത് നമ്മൾ 6 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുള്ളത് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോട്ടോ പവർ വിൻഡോയാണ്. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 560 ചോദ്യം. 560. എന്തെങ്കിലും കൂടി കുറയൂ? 5.5 കൊടുക്കാം. 10,000 രൂപ കൂടി കുറച്ച് 5.5 രൂപ. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് 2016 സിലേറിയോ സിംഗിൾ ഓണറാണ് വണ്ടി. ഇത് ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60. നല്ല ടയേഴ്സ് എടുക്കണം. അപ്പോൾ സെക്കൻഡ് ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഉണ്ടോ? ഉണ്ട്. അത് പറ എന്താ? ഫ്രണ്ട് ബോണ്ട് ബമ്പർ ഹെഡ്ലൈറ്റ്. അപ്പം ബോണ്ടൊന്ന് പൊക്കി കാണിക്കാം. അകം വേറെ വല്ലതും പോയിട്ടുണ്ടോ അറിയാൻ പറ്റില്ല. അകത്തൊന്നുമില്ല. മാനുവലാണ് വണ്ടി. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. ഫോട്ടോ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം ബാക്ക് സൈഡ് കാണാനൊക്കെ വൃത്തിയാണ്. കണ്ടേ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡോറൊക്കെ കൊള്ളാം. പുതിയ വണ്ടിയില്ല, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൊള്ളാം. റീപ്ലേസ്മെൻ്റായിട്ട് ഫ്രണ്ടിൽ ഉണ്ട് പണി. ഇതാ നമുക്ക് നോക്കാം. അതായത് ബോണറ്റ്, ബമ്പർ, പിന്നെ ഈ ഹെഡ്ലൈറ്റുകൾ ഇല്ലേ, ലെഫ്റ്റ് സൈഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒന്നും വീഡിയോ എത്തുന്നില്ലെന്ന് തോന്നുന്നു. ക്രോസ് ബാറിനൊന്നും കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. ഈ സൈഡും ഫ്രണ്ട് സൈഡ് കുഴപ്പമില്ല. ഈ സൈഡല്ല തട്ടിയത് ഇപ്പുറത്തെ സൈഡ്. തട്ടിയ സൈഡ് ഇതാണ്. ഈ സൈഡാണ് ഗ്ലാസ് മാറിയേക്കുന്നത്. എത്ര ചോദ്യം? ഇത് ചോദ്യം നമുക്ക് ലാസ്റ്റ് 3.5 3.5. എന്തെങ്കിലും കുറയോ? നമുക്ക് ചോദിക്കാം. തട്ടുള്ള വണ്ടിയാണ്. അല്ല, നമുക്ക് ചോദിക്കാം. ഏത് വർഷമാണെന്ന് പറഞ്ഞത്? 2016. ഈ 16 വണ്ടിക്ക് എല്ലാവരും 3.5 ചോദിക്കുന്നത്. അപ്പോൾ തട്ടുള്ള വണ്ടി ആകുമ്പോൾ എന്തെങ്കിലും കുറയണ്ടേ? ചിരിച്ചു കളയാ. ചോദിച്ചത് മറുപടി പറ. നമുക്കത് കസ്റ്റമറിന് കണ്ട് ഇഷ്ടപ്പെട്ടാലും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2017 സീറ്റാണ്. സിംഗിൾ ഓണറാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. നേരത്തെ കണ്ട നമ്മളെ A-സ്റ്റാറിൻ്റെ അതേ മോഡൽ കളർ വണ്ടി. ഇത് പക്ഷേ ഒറ്റ കളറാണ്. വെയിലത്ത് കിടന്നുകൊണ്ടാണോ എന്തോ ഇനി അവിടെ അത് തോന്നുന്നുണ്ട്. ബോണ്ട് ഫേഡ് ആവുന്നുണ്ട്. അതേപോലെ ഇതുണ്ട് ഓറഞ്ച്, ഇങ്ങോട്ട് റെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെയിലത്ത് കിടക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നതാണോ എന്തോ. എനിക്ക് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഈ വണ്ടികളുടെ ഈ കളർ കണ്ടിട്ടുള്ളവർ പറയണം കേട്ടോ, കമൻ്റായിട്ട്. എന്നാലേ നമുക്കത് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അറിയാൻ പറ്റുന്നില്ല. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. അലോയ്സ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. വണ്ടി നല്ല വണ്ടി. പുഷ് ബട്ടണാണ്. പുഷ് ബട്ടണാണ്. ഓക്കെ. അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് സൈഡും കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ഇത് റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് ടോപ്പ് ബ്ലാക്ക് അല്ലേ? ബ്ലാക്കാ. റൂഫ് ബ്ലാക്ക് ആണ്. ഇത് പ്രത്യേകം ചെയ്തല്ലേ? അല്ല, ഇതിങ്ങനെ വരുന്ന ഡുവൽ ടോൺ വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 5 ചോദ്യം. നമുക്കൊരു 480 ലാസ്റ്റ്. എൻ്റെ ബോണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ റെഡി ആക്കി തരും. ബോണ്ടിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അത് ഞങ്ങൾ റെഡി ആക്കി തരും. ഇത് 2022 ക്രെറ്റ E ആണ് മോഡല്. E ആണ് മോഡൽ. അല്ല, അങ്ങനെ പറയുമ്പോൾ ബേസ് ആണോ? ബേസ് ആണ്. ബേസ് ഡീസലാണ് വണ്ടി. ഡീസൽ. മൈലേജ് എന്ത് കിട്ടും? മൈലേജ് നമുക്കൊരു 16-17 അത്ര കിട്ടുള്ളൂ ഡീസൽ ആണെങ്കിലും. ഡീസൽ അല്ല, നമ്മൾ പറയുന്നതാണ് ആവറേജ്. ബാക്കി ഓക്കെ. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ ഇത് ഉള്ളതാണോ? അവർ ചെയ്തേക്കുന്നത് അഡീഷണൽ ചെയ്തതാണ്. മാനുവൽ വണ്ടിയാണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ഇത് ബേസ് തന്നെയാണോ? ബേസ് തന്നെയാണോ? ബേസ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ഫോട്ടോ പവർ വിൻഡോസ് ആണ്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബേസ് ആണ്. ഓക്കെ. അപ്പോൾ വണ്ടിക്കാകും പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുതിയ വണ്ടി ആവുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ല ഒരു 9 ഇഞ്ചാന്ന് തോന്നുന്നു, 9-11 ആ റേഞ്ചിനകത്ത് വരുന്നൊരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊന്നുമല്ല, ബേസ് ആയതുകൊണ്ട് തന്നെ. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണ് AC വെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 23 ജനുവൻ കിലോമീറ്റർ ഒക്കെ അല്ലേ? ഫസ്റ്റ് ടയേഴ്സ് കാര്യങ്ങളാണ് അപ്പോൾ കിടക്കണത്. ഇപ്പോൾ വീണേ അലോയ് വീൽസും കാര്യങ്ങളൊന്നുമല്ല, അല്ല നോർമൽ എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആകുമ്പോൾ അലോയ് വീൽസ് എന്തായാലും കിട്ടത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം 12:30 ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഇതിന് വില? ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റിന് 15. ഇപ്പോഴത്തെ ക്രെറ്റ ആര് ചോദിച്ചു? ഈ ക്രെറ്റ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? റേറ്റയ്ക്ക് അറിയില്ല, പറ കറക്റ്റ് അറിയില്ല. അതൊരു ബുദ്ധിപരമായ ഒഴിഞ്ഞു മാറ്റമാണ് കേട്ടോ. പോട്ടെ. ഇത് 2019 എർട്ടിക ഹൈബ്രിഡാണ്, VXi ആണ്. VXi സിംഗിൾ ഓണറാ വണ്ടി. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണ്. ഇതിന് നമ്മൾ 6 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 3 ഫ്രീ സർവീസ്. ബാക്ക് ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയേഴ്സൊക്കെ മാറിയിട്ടിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒരു ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലാത്ത സിസ്റ്റമായിരിക്കുന്നത്. പിന്നെ 4 പവർ വിൻഡോസ് ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്, പുതിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളും വണ്ടിക്കുണ്ട്. ബാക്കിലോട്ട് നോക്കിയാലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ചോദ്യം എത്രയാണ്? 8:30. ഇത് മൈലേജ് എന്തോ കിട്ടും ഈ വണ്ടിക്ക്? മൈലേജ് നമുക്ക് 17 ആ റേഞ്ച് അല്ലേ? ഹൈബ്രിഡ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഡീസൽ അല്ലേ? പെട്രോൾ. കാരണം 2020 ശേഷം പിന്നെ വണ്ടിയില്ല, ഇത് 2019 ആണ്. നമ്മൾ 6 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുകയ്ക്ക്, അതായത് ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 75,000 രൂപയായിട്ടാക്കാൻ നോക്കുന്ന ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു. ഒരു വണ്ടി, ഒരു റെഡിഗോ അതിനാണ്ട് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് എന്തോ കംപ്ലൈൻറ്റ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വേറെ കമ്പനി വണ്ടി ആയതുകൊണ്ട് അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തില്ല. പകരം അതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും വരെയുള്ള വണ്ടികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടികളുടെ എണ്ണം കുറച്ച് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഞാനത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം 20-25 മിനിറ്റ് സനുവേ അതിനപ്പുറത്തോട്ട് പോകണ്ട, അതിനകത്ത് നിർത്തുന്ന രീതിയിൽ ഒരുപാടങ്ങ് ആയി പോകുന്നു എന്നുള്ള രീതിയിൽ ചില ചേട്ടന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി എണ്ണം കുറച്ചൊരു 15 വണ്ടിക്കകത്ത് അല്ലെങ്കിൽ 15 വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ വേറെ വണ്ടികൾ ഇവിടെ ബ്രേസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലായിട്ട് കൊടുത്തേക്കാം. പിന്നെ ഇനി പോയി വല്ലതും കഴിക്കട്ടെ, വായൊക്കെ ഒട്ടുന്ന് ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണും വരെ. ഈ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാക്കണം, അയ്യോ ഈ ഒരു ഏരിയ വിട്ടിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണും വരെ. ബൈ.